Hi friends, Bismi Kichalotta, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുട്ട പപ്സിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇത് കുക്കറിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 250 ml ന്റെ കപ്പിൽ 3 കപ്പ് മൈദയാണ് എടുക്കുന്നത്. അപ്പോൾ 3 കപ്പ് മൈദ നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ മൈദയിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഉപ്പ് ചേർക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിൽ എടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. ഈ ഓയിലിന് പകരം നെയ്യും യൂസ് ചെയ്യാം കേട്ടോ. സാധാരണ ടൈപ്പിലെ വെള്ളമാണ്. അത് കുറച്ച് ഒഴിച്ചിട്ട് സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കും. ഇപ്പോൾ ഇതാ നമ്മൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരല്പം ഓയിൽ കൂടെ ചേർത്തിട്ട് 1 ടീസ്പൂണോളം വരുന്ന ഓയിൽ കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചിട്ട് നമുക്കിതൊന്ന് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഞാൻ ഇതേപോലെ ഒരു കടായി വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുക്കുന്നത്. പകരം വെളിച്ചെണ്ണയാണ് കുറച്ചുകൂടി നല്ലത്. ഞാൻ ഓയിൽ എടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണ കയ്യിലുണ്ടെങ്കിൽ വെളിച്ചെണ്ണയാണ് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലെ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 3 മീഡിയം സൈസുള്ള സവാളയാണ് ഇത് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവാള പെട്ടെന്നൊന്ന് വാടിക്കിട്ടാൻ ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഉപ്പൊക്കെ എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അത്യാവശ്യം നന്നായിട്ട് വാടിക്കിട്ടണം. നമ്മുടെ സവാള ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ചതച്ചതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാകും. ഇതോടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് സവാള അത്യാവശ്യം നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമുക്ക് നമ്മുടെ സവാളയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി, അതായത് നമ്മുടെ പെരുംജീരകത്തിൻ്റെ പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, അതേപോലെ തന്നെ ഇതിലേക്ക് ഞാൻ മീറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ 1 ടീസ്പൂൺ മീറ്റ് മസാല എടുത്തിട്ടുണ്ട്. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ മീറ്റ് മസാല വേണമെങ്കിൽ ഇതിന് പകരം ഇതിന് അത്യാവശ്യം ഒരു എരിവുണ്ടാവും. അപ്പോൾ അതിന് പകരം കുരുമുളക് പൊടി കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുരുമുളക് പൊടി ചേർക്കുന്നില്ല. അപ്പോൾ മീറ്റ് മസാല ചേർത്തതുകൊണ്ടാണ് കുരുമുളക് പൊടി ചേർക്കാത്തത്. അപ്പോൾ എല്ലാത്തിലും ഒരുപാട് എരിവ് വേണ്ട. അപ്പോൾ ഇതിൽ തന്നെ അത്യാവശ്യം ഒരു സ്പൈസിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് കൂടി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഈ പൊടികളുടെ പച്ചക്കുത്ത് പോകുവോളം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നോക്കാം, പൊടികളുടെ പച്ചക്കുത്തൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. തക്കാളി ഒരു ചെറിയ തക്കാളി ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്. തക്കാളി ഒരിക്കലും കൂടിപ്പോകരുത് കേട്ടോ. മസാല ഉണ്ടാക്കുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ തക്കാളിയുടെ ആവശ്യമുള്ളൂ. 3 ചെറിയ മീഡിയം സൈസ് സവാള എടുക്കുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ തക്കാളി അതുകൂടെ ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ, അതായത് ലോ ഫ്ലെയിമിൽ ഒരല്പം കൂടി കൂട്ടി വെച്ചിട്ട് നമ്മളിതൊന്ന് അടച്ച് വെക്കുകയാണെങ്കിൽ നമ്മുടെ തക്കാളി പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിൽ ഒരല്പം കൂടി കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് കുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നായി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ 1 മിനിറ്റ് ഇവിടെ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായി വെന്ത് അരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് അവസാനമായിട്ട് ഒരല്പം മല്ലിയില കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക.
ഇല്ലെങ്കിൽ ഇതിന് പകരം കറിവേപ്പിലയും യൂസ് ചെയ്യാം. മല്ലിയിൽ ചേർക്കുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ടേസ്റ്റ് കൂടുതലുണ്ടാവും. അപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കറിവേപ്പില ഉപയോഗിക്കാം കേട്ടോ. ഇവിടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇപ്പം നമ്മൾ അരമണിക്കൂർ മാവ് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഒന്നും കൂടെ ഒന്ന് കുഴച്ചതിന് ശേഷം ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. അപ്പം നമ്മളിതാ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. പരത്താനായിട്ട് ഒരല്പം മൈദമാവ് ചേർത്ത് കൊടുക്കാം. മൈദമാവ് തൂകിയതിന് ശേഷം നമുക്ക് പരത്തിയെടുക്കാം. അപ്പം നമുക്ക് ഈ ഒരു രീതിയിൽ പരത്തിയെടുക്കാം കേട്ടോ. നോക്കാം, ഇത് മുഴുവനും നമ്മളിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം പരത്തിയതിലേക്ക് ഒരു സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എല്ലാ ഭാഗത്തേക്കും ആക്കാം. ഇതിന് പകരം നെയ്യും യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഒരല്പം മൈദമാവ് ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ പരത്തി വെച്ചിട്ടുള്ള മാവ് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. വീണ്ടും നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പപ്സ് നല്ല ലെയറായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ മാവ് വെച്ച് കൊടുക്കുക. ഇങ്ങനെ നമുക്കിത് കണ്ടിന്യൂഷനായിട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ 5 ലെയറാണ് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിത് ഒന്നും കൂടെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് വലുതാക്കി പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ സൈഡൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ സൈഡൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ മാവിനെ നമുക്ക് 4ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ മസാല ഇതിലേക്ക് വെച്ച് കൊടുക്കാം. മസാല നടുക്ക് വെച്ചിട്ടോ നന്നായിട്ട് ഇതെല്ലാ ഭാഗത്തേക്കും ഒന്ന് നിരത്തി കൊടുക്കുക. നമ്മൾ മുട്ട പുഴുങ്ങിയതിൻ്റെ 2ആയിട്ട് കട്ട് ചെയ്തത് അത് ഓരോ പീസ് വീതം നമ്മൾ ഇതിൻ്റെ നടുക്കേക്ക് വെച്ച് കൊടുക്കാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. ഇതിപ്പോൾ 4 ഇവിടെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമ്മുടെ കുക്കർ ഇവിടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരല്പം ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ കുക്കറിൽ 4 വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം വളരെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുള്ളൂ. ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ പപ്സിൻ്റെ മുകളിൽ ഒരു അല്പം ഓയിലൂടെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഏറ്റവും ലോ ഫ്ലെയിം ഏതാണോ അതിൽ വെച്ചിട്ട് വേണം നമ്മൾ കുക്കറൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 3 മിനിറ്റ് നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതാ കറക്റ്റ് ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം.
ഇനി നമുക്കിത് ഒരു ഭാഗം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, നമുക്ക് ആ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ കറക്റ്റ് പപ്സിൻ്റെ ആ ഒരു കളർ തന്നെ കിട്ടിയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ. കുക്കറിൽ ഒരു 3 മിനിറ്റ് ഒരു ഭാഗവും അടുത്തൊരു 3 മിനിറ്റ് മറുഭാഗവും മറിച്ചിട്ടിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ തിരിച്ചിട്ടിട്ട് ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു 3.5 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് മൊരിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടോ, ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം. നമ്മുടെ കുക്കറിലുള്ള നമ്മുടെ അടിപൊളി മുട്ട പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മുട്ട പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുക്കറിലൊക്കെ ഇതുപോലെ മുട്ട പപ്സ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് നല്ല ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് ലഭിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.